എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുളക് തൈകൾ എങ്ങനെ നടും എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുപയോഗിക്കുന്ന ഗ്രോ ബാഗുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ സിൽവർ കളർ ഗ്രോ ബാഗുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഫുഡ് പാക്കിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ രാവിലെ തന്നെ ഞാൻ ഒരു 24 ബാഗ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഗ്രോ ബാഗ് ഒരെണ്ണം ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് സാമ്പിൾ ഫില്ലിങ്, അതിപ്പോൾ ഞാൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോട്ടിംഗ് മിക്സാണ്. 3/4 ഭാഗത്തോളം കപ്പല്ലി പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി ഒക്കെ കൂടി ചേർത്ത് മണ്ണും കൂടി ചേർത്ത് ഫില്ല് ചെയ്തു. എന്നിട്ട് ടോപ്പപ്പ് ചെയ്യാനാണ് നമ്മൾ പോട്ടിംഗ് മിക്സ്ചർ ഉപയോഗിക്കുന്നത്, ഒരു 1/4 ഭാഗം. അപ്പോൾ അത് സാമ്പിളായിട്ട് ഞാനൊന്ന് കാണിച്ചു. മറ്റേ ബാഗുകളൊക്കെ ഫില്ല് ചെയ്ത ബാഗുകൾ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാം. 24 എണ്ണം ഉണ്ട്. എൻ്റെ വീടിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ സ്റ്റെപ്സിൻ്റെ 2 സൈഡിലാണ്. 12 എണ്ണം ഈ സൈഡിലും 12 എണ്ണം ആ സൈഡിലും. അവിടേക്ക് ശക്തിയായിട്ടുള്ള മഴ വെള്ളം വീഴില്ല, എന്നാൽ തെറിച്ച് വീഴുന്ന മഴവെള്ളം കിട്ടും. അത് മതി. ശക്തിയായിട്ട് വീണാൽ ആ തൈകളൊക്കെ നശിച്ചു പോകും, ഒടിഞ്ഞു പോവുകയും ചെയ്യും. കുറച്ചും കൂടിയൊക്കെ വലുതായി ഒരു മാസം കഴിഞ്ഞാൽ ഏകദേശം ഒരടി പൊക്കായാൽ നമുക്ക് ഇതൊക്കെ പുറത്തേക്ക് നല്ല വെയിലത്തേക്ക് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒരു 12-1 മണി വരെ നല്ല വെയിൽ കിട്ടും. അത് ധാരാളം മതി. ഫുൾ ഡേ വെയിൽ കിട്ടണമെന്നൊന്നും മുളകിനില്ല. ഒരു 4-5 മണിക്കൂറൊക്കെ വെയിൽ കിട്ടിയ ധാരാളമായി. പോട്ടിംഗ് മിക്സ്ചറിൽ തന്നെ പല വളങ്ങളും ഉണ്ട്. അതിൽ സാധാരണ ഓർഗാനിക് ആൻഡ് മിനറൽ കമ്പോണൻസ് ഉണ്ട്. അതിൽ പിന്നെ ചകിരിച്ചോറുണ്ട്, കമ്പോസ്റ്റ് ഉണ്ട്, പെർലൈറ്റ് ഉണ്ട്, വെർമിക്കുലേറ്റ് ഉണ്ട്, കുറച്ച് മണ്ണുണ്ട്. അതെല്ലാം കൂടി ഇതാണ് പോട്ടിംഗ് മിക്സ്. അപ്പോൾ അത് നമ്മൾ ഇട്ടത് കൊണ്ട് ഇനിയിപ്പോൾ മിനിമം ഒരു മാസം ചെടി ഏകദേശം ഒരടി ഹൈറ്റ് ആവുന്നവരെ ഒരു വളം ഇനി പെടണ്ട. അതിന് ശേഷം നമുക്ക് കുറച്ച് ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം, അത്രേ വേണ്ടൂ. വേറെ വലിയ വളങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ല. ഗ്രാഫ്റ്റിങ്ങിനെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്ത മാവുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ പഴവർഗ്ഗങ്ങൾ, നോണിപ്പഴത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. പീനട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ ചെയ്തിട്ടുണ്ട് വീഡിയോ. അത് കാണാത്തവരെല്ലാം കാണുക. വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോകളാണ്, കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ, ലൈക്ക് ബട്ടൺ, ബെൽ ബട്ടൺ അതെല്ലാം കാണാം. അതെല്ലാം ഒന്ന് പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇത് 10-15 വീഡിയോ ഞാൻ ഇറക്കി കഴിഞ്ഞു. ഇനിയും കൃഷി സംബന്ധമായിട്ടുള്ള കൂടുതൽ വീഡിയോകൾ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും 1-2-3 ദിവസം കൂടുമ്പോൾ ഓരോ വീഡിയോ വരും. എല്ലാം എൻ്റെ പറമ്പിൽ ഞാൻ ചെയ്തിട്ടുള്ള കൃഷികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത്. ഇപ്പം നടീൽ കഴിഞ്ഞ് നമുക്ക് കാണാം. ഗ്രോ ബാഗിൽ ചെറിയ ചെറിയ മുളക് ചെടികൾ നിൽക്കുന്നത് കാണാൻ പറ്റും. 24 ചെടികൾ മിക്കവാറും ഒരു ബാഗിൽ ഞാൻ 2 എണ്ണം വെച്ചിട്ടുണ്ട്, ഒന്നല്ല. ചിലപ്പോൾ ഒന്ന് വെച്ചാൽ അതങ്ങ് പോയാൽ പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് 2 എണ്ണം വീതം വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അപ്പുറത്താണ്, സ്റ്റെപ്സിൻ്റെ അപ്പുറത്താണ്, അവിടെയും വെച്ചിട്ടുണ്ട്. എല്ലാ ബാഗിലും 2 എണ്ണം വീതമുണ്ട്. 2 എണ്ണം വളർന്നാൽ നല്ലതാണ്. നമുക്ക് ധാരാളം മുളക് ഒരേ ബാഗിൽ നിന്ന് രണ്ടെണ്ണത്തിൽ നിന്ന് കിട്ടും. അത് ഒന്നിച്ച് നിൽക്കുമ്പോൾ അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അപ്പം ഇനി നമ്മൾ എല്ലാ ചെടികൾക്കും അല്പം വെള്ളം നനച്ച് കൊടുക്കണം. മണ്ണിന് നനവുണ്ട് അടിയിലത്തെ, പക്ഷേ നമ്മുടെ പോട്ടിംഗ് മിക്സ്ചർ ഡ്രൈ ആണ്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് പ്രോസസ്സാണ്. വിത്ത് കൊണ്ടുവന്ന് മുളപ്പിച്ച് തൈകൾ സെപ്പറേറ്റ് ചെയ്ത് ആ ബാഗിൽ നിന്നെടുത്ത് ഗ്രോ ബാഗുകളിലേക്ക് മാറ്റി നടുന്ന പ്രക്രിയ പൂർണ്ണമായിട്ട് ഒരു 4-5 മിനിറ്റുള്ള വീഡിയോയിൽ ഞാൻ ചെയ്ത് അവസാനിപ്പിച്ചു. കുറേ വേറെ ഉണ്ട് ഇതിൽ. ആ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്നതൊക്കെ അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോവും. അതുകൊണ്ട് വളരെ ഷോർട്ടാക്കിയിരിക്കുകയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള 15 വീഡിയോകൾ ഞാൻ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇനിയും പല വീഡിയോകളും ചെയ്യാനുണ്ട്. ആ പഴയ വീഡിയോകൾ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം, സപ്പോർട്ട് ചെയ്യണം എന്നുകൂടെ ഈ അവസരത്തിൽ ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാൻ മറക്കല്ലേ.